അതുപോലത്തെ സംഭവമാണ് അത് ഇവിടെയും. ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഇതും ചെയ്യണമെങ്കിൽ, പേപ്പർ വർക്ക് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഒരു റൂം വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വേണം, അതൊക്കെ ചെയ്യണമെങ്കിൽ ഇവരായിട്ട് കോൺടാക്ട് ചെയ്താലേ നടക്കുള്ളൂ. അല്ലാണ്ട് നമ്മൾ അത് ഇല്ലെങ്കിൽ പിന്നെ ഓൺലൈനിൽ ചെയ്യാറാണെങ്കിൽ ചെയ്യണം. നമ്മുടെ നാട്ടിലെ സെയിം തന്നെ കേട്ടോ സംഭവം തന്നെ, അതിനാണ് ഇവിടെയും ചെയ്യണത്. ആ ഏരിയ ആണ് ഇത് മൊത്തം. ഇത് മറ്റേ മിനിസ്ട്രിയുടെ ഒരു ഓഫീസും കാര്യങ്ങളാണ്, ബൽദിയയുടെ ഇവിടുത്തെ സംഭവം. ഇതൊക്കെയാണ് ഈ ഒമാനിലത്തെ സംഭവങ്ങൾ കേട്ടോ. നമ്മുടെ നാട്ടിലെ ഏകദേശം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കണതൊക്കെ. അല്ലാണ്ട് പ്രത്യേകത ഒന്നും ഇവിടെ വേറെ ഒന്നുമില്ല. ഇവിടെ ആദ്യമൊക്കെ നമുക്കൊക്കെ നേരിട്ട് ഗവൺമെൻറ് ഓഫീസിൽ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ആയാലൊക്കെ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ നടക്കില്ല അത്, മനസ്സിലായോ? ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ അതിൻ്റെ ഓഫീസുകളാടാ. സനത് സർവീസ്, ഇവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻഷുറൻസ് ആണെങ്കിലും മറ്റെന്ത് കാര്യമാണെങ്കിലും, എന്ത് കാര്യം തന്നെ ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സെറ്റപ്പ് ഉള്ളത്. മൈക്കില്ലാത്ത കാരണം കുറച്ച് സൗണ്ടൊക്കെ കുറവുണ്ടാവും. ഇതാണ് ബാങ്ക് ദോഫാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ. മൈക്കില്ലാത്ത കാരണേ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സൗണ്ടിനൊക്കെ.